ഹായ്. നമുക്കിന്ന് സോളാർ ഓൺ ഗ്രിഡ് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വീട്ടിൽ വരുന്ന KSEBിയുടെ ബില്ല് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ ബില്ലിലേക്ക് പോവാം. ഇത് നമ്മുടെ വീട്ടിൽ KSEB എന്ന് വന്നിരിക്കുന്ന ഒരു ബില്ലാണ്. ഇതിൽ ഫസ്റ്റ് നോക്കുക. ഇതിൽ ശ്രീകണ്ഠപുരം സെക്ഷൻ 6647. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബില്ലും നമ്മൾ വാങ്ങുന്ന ഒരു പ്രോഡക്റ്റിനും ഒരു ഉൽപ്പന്നത്തിനും നമുക്ക് ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നതായിട്ട് എൻ്റെ അറിവിലില്ല കേട്ടോ. ഇത് കണ്ടോ, കൺസ്യൂമർ നമ്പറാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബിൽ നമ്പർ, അത് കണക്ഷൻ ID. ദെൻ അടുത്തത് വരുന്നത് നെയിമാണ് വരുന്നത്, കൺസ്യൂമറുടെ പേര്. അതുപോലെ തന്നെ അഡ്രസ്സ്, തൊട്ടടുത്തത് അഡ്രസ്സ്. അതിൽ അടുത്തത് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറാണ്. ഈ മൊബൈൽ നമ്പർ ഞാൻ എൻ്റെ പേരിലേക്ക്, അതായത് അച്ഛൻ്റെ പേരിലാണ് കണക്ഷൻ ഉള്ളത്. ഇതിലെ മൊബൈൽ ഫോൺ നമ്പർ എൻ്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് അത് അപ്ഡേറ്റ് ചെയ്തതാണ്. നമുക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് KSEBിൽ പറഞ്ഞിട്ട് നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റാറ്റസ് കണക്റ്റഡ്, പോസ്റ്റ് നമ്പർ. എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും ഈസി ആയിരിക്കുന്ന ഒരു വഴിയാണ് ഈ പറയുന്ന പോസ്റ്റ് നമ്പർ CHK7. അതാണ് എൻ്റെ പോസ്റ്റ് നമ്പർ. ദെൻ അടുത്തത് വരുന്ന ട്രാൻസ്ഫോമർ. ആ ട്രാൻസ്ഫോമറുടെ പേര് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ അടുത്തത് വരുന്നത് ബിൽ ഏരിയ, ബിൽ ഡേറ്റ് വരുന്നത്, അതായത് എപ്പോഴാണോ അത് അടിച്ചിരിക്കുന്നത്, ആ ബില്ല് ചെയ്തിരിക്കുന്നുള്ളത്, അതിൻ്റെ ഡ്യൂ ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് അടച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഡിസ്കണക്ഷൻ ഡേറ്റ് കൂടെ അതിൽ കൊടുത്തിട്ടുണ്ട്. ടാരിഫ് വരുന്നത് LT1 ഡൊമസ്റ്റിക്. ആ ടാരിഫിലാണ് നമ്മൾ നിലവിലുള്ളത്. പർപ്പസ് വരുന്ന ഡൊമസ്റ്റിക്, കാറ്റഗറി ഡൊമസ്റ്റിക്. ഇനി അതിനകത്ത് ഡെപ്പോസിറ്റ് വരുന്നിരിക്കുന്നത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 1854 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് പേയ്മെൻറ്റ് വന്നിട്ട് 191 രൂപയാണുള്ളത്. അടുത്ത ഡേറ്റ് അതിനകത്ത് വ്യക്തമായിട്ട് വരുന്നത് 26/7/2024. ഇനി റീഡിങ് ടൈം, അതായത് ഇന്നത്തെ റീഡിങ് ടൈമാണ് കൊടുത്തിരിക്കുന്നത് 2/8/2024. ടൈപ്പ് പ്രൈവറ്റ് മോഡൽ. കപ്പാസിറ്റി 3 കിലോവാട്ടിൻ്റെ സോളാർ ഓൺ ഗ്രിഡ് പ്ലാന്റാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ഓപ്പണിംഗ് ബാങ്ക്ഡ് 10 കിലോവാട്ട്, അതായത് 10 യൂണിറ്റ് നമുക്ക് നിലവിൽ ഇതിൻ്റെ ബാങ്കിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവിങ്സ് ആയി കിടക്കുന്നുണ്ട്. അതിൻ്റെ എമൗണ്ട് നമുക്ക് പിന്നീട് സെറ്റിലായി കിട്ടും. മെയിൻ മീറ്ററിൻ്റെ സ്റ്റാറ്റസ് ആണിത്. മെയിൻ മീറ്റർ സ്റ്റാറ്റസ് വർക്കിംഗ്, സീരിയൽ നമ്പർ ഉണ്ട്. ലോഡ് 1 കിലോവാട്ട് കൺസ്യൂമർ ഡിമാൻഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എടുത്ത കാലത്തേ ഉള്ള കൺസ്യൂമർ ഡിമാൻഡാണ്. അതിനുശേഷം ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഫേസ് വരുന്നത് സിംഗിൾ ഫേസ് ആണ്. പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് റീഡിങ് 1/7/2024, പ്രസന്റ് റീഡിങ് 1/8/2024. ഓക്കെ. ദെൻ റീഡിങ്സ് ആൻഡ് കൺസപ്ഷൻ മെയിൻ മീറ്ററിൻ്റെ റീഡിങ്ങും കൺസപ്ഷനും ഉണ്ട് ഇതിനകത്ത് വരുന്ന AI, അതുപോലെ തന്നെ AE കാണുന്നില്ലേ, അത് വെച്ചാൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് അതാണ് കാണിക്കുന്നത്. അതിൽ വരുന്ന ഇമ്പോർട്ട് എന്ന് പറയുന്നത് 124 കൺസപ്ഷൻ വരുന്നത്. എക്സ്പോർട്ട് വരുന്നത് 87 യൂണിറ്റ് ആണ്. ഇനി അടുത്തത് ജനറേഷൻ മീറ്റർ സ്റ്റാറ്റസ് വർക്കിംഗ്, സീരിയൽ നമ്പർ ഉണ്ട് അതിനകത്ത്. ലോഡ് 3 കിലോവാട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ 2.8 മാത്രമേ എൻ്റെത് ഉള്ളൂ കേട്ടോ. ഫേസ് സിംഗിൾ ഫേസ് ആണ്. പ്രീവിയസ് റീഡിംഗ് 1/7/2024, പ്രസന്റ് റീഡിംഗ് 1/8/2024. റീഡിംഗ് ആൻഡ് ജനറേഷൻ അടുത്തത് അത് വരുന്നത് നോക്കുക 123 യൂണിറ്റ് ആണ് നമ്മുടെ പ്രൊഡക്ഷൻ ഉള്ളത്, അതായത് നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നോക്കുക 124 കൺസപ്ഷൻ ഉള്ളത്, 87 യൂണിറ്റ് എക്സ്പോർട്ട് ആയിട്ടാണ് ഉള്ളത്. എനർജി ചാർജ് വരുന്നത് 87 രൂപ 75 പൈസയാണ്. ഡ്യൂട്ടി വരുന്നത് 10%, 8.78. ഫിക്സഡ് ചാർജ് 120. ഇത് നമ്മുടെ ഉപഭോഗത്തിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും കേട്ടോ. പിന്നെ മീറ്റർ റെന്റ് വരുന്നത് 30 ആണ്, ഫിക്സഡ് ആണ്. ജനറേഷൻ ഡ്യൂട്ടി 18.45. മീറ്റർ റെന്റ് വരുന്നത് 18%, റൗണ്ട് ഓഫ് 0.38. ടോട്ടൽ എമൗണ്ട് വരുന്നത് 270 രൂപയാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു രൂപ സർചാർജ് എന്ന് കാണാം. ഈ സർചാർജ് വരുന്നത് ഫ്യൂവൽ സെസ് ആണ്. ഇത് പിന്നെ വേരിയേഷൻ ഉണ്ടാവും. ഇന്ധനത്തിൻ്റെ വിലക്ക് ആനുപാതികമായിട്ട് നേരിയ വേരിയേഷൻ ഉണ്ടാവും. ദെൻ അതുപോലെ തന്നെ എന്താ പറയുന്നത്, കൂടുതൽ വിവരങ്ങൾ അതിന് താഴോട്ടേക്ക് വരുന്നത്. ഇത് ബില്ല് ചെയ്ത ആൾക്കാരുടെ പേര് പോലും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിരിക്കുന്ന ഒരു ബില്ലാണ് നമ്മൾക്ക് ഇവിടെ തരുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതിനകത്ത്. അപ്പോൾ ഓക്കെ, ബൈ.